രാത്രിയിലൊന്നും കൊച്ച പേടിച്ചിട്ട് മനുഷ്യന്മാര് വരുമല്ലേ, റോഡിൽ എന്നതാ ആന ഉണ്ടാവുന്നല്ലേ? ഒന്ന് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? രാത്രി ആരും വരികയില്ല. പച്ചപ്പകല് കറണ്ട് ബില്ലും കൊണ്ട് വന്നവനെ ആനയെ ഓടിച്ചെന്ന് പറയുമ്പോൾ പിന്നത്തെ അവസ്ഥ എന്നതാ. ആ വെള്ളം കൊണ്ട് വേണം ഞങ്ങൾ 2 മാസത്തേക്കുള്ള വെള്ളം, അതിൻ്റെ നിറച്ചും വെള്ളമാണ്. 2 മാസത്തേക്കുള്ള വെള്ളം നിറച്ച് വെച്ചേക്കണം കേട്ടോ. ഈ ടാങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ജീവി വന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ വെള്ളം കൂടി മുട്ടുമല്ലേ? ഈ ചേട്ടനാണ് പോകാൻ തിരക്ക്, ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നമ്മുടെ വീടിട്ടിട്ട് എങ്ങോട്ട് പോകാനോ? അതെ. ചേട്ടൻ പറയാം വെള്ളം തീർന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇറങ്ങി പോകണമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറയാം ഞാൻ എങ്ങോട്ട് ഇറങ്ങി പോയില്ലെന്ന്. ഇത്രയും കാലം അധ്വാനിച്ചല്ലേ ഇവിടെ കിടന്ന്. പിന്നെ അല്ലാതെ ഞങ്ങളിവിടെ വരുമ്പോൾ ഒന്നും ഒരു ശല്യമില്ല, ഒരു മൃഗങ്ങളും ഇല്ല. അത് കഴിഞ്ഞ് പെരുകിയതാണ്. എനിക്ക് തോന്നുന്നു ഇത് ഇവിടെ കൊണ്ട് വിടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു ഈ കാട്ടിലത്. എന്തെങ്കിലും ഒരു ആശുപത്രിയൊക്കെ പോകണമെങ്കിലേ 1.5 കിലോമീറ്റർ നടക്കണം. പിന്നെ എൻ്റെ കൊച്ചെ മരുന്നിന് പോക്കില്ല, അത്രയും പറഞ്ഞാൽ മതി. മരുന്നൊന്നും മേടിയിലുമില്ല. അത്ര അത്യാവശ്യം ഉണ്ടെങ്കിലേ പോവുള്ളൂ. ഒരു കാട്ടുപോത്ത് ഭയങ്കര പോത്തുകളുണ്ട്. കാട്ടുപോത്ത്, കടുവ, ആന, കുരങ്ങിന്റെ ശല്യം ഭയങ്കരമാണ്. പിന്നെ നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല അല്ലേ? മലയെണ്ണാന്റെ ശല്യം ഭയങ്കര. അത് മച്ചിങ്ങ വരെ പറിച്ച് കളയും. അത് കുരങ്ങുന്നത് തന്നെ. അത് കാരണം ഈ നാട്ടുകാരും പറമ്പ് പോലും തെളിക്കാതെ ഈ വെണ്ണമുള്ള തേക്കൊക്കെ 1500 രൂപയ്ക്കൊക്കെ കൊടുത്തു. ഇത് കിട്ടുന്ന പോട്ട് ഇപ്പൊ എടുത്തു പോകല്ലേ. അപ്പൊ അങ്ങനെ ഇവിടെ എല്ലാ മനുഷ്യർക്കും പറ്റി, എല്ലാ ജീവികളുണ്ട് ഒഴിച്ച് ബാക്കിയുള്ളതാണ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ആരെ വിളിക്കും? ആരെ വിളിക്കാനോ വല്ല വണ്ടിക്കാരും ധൈര്യമുള്ളവർ കയറി വന്നെങ്കിൽ ജീപ്പുകാരല്ലേ? ജീപ്പുകാർ 2 ദിവസം കഴിഞ്ഞപ്പോ ആ കാട്ടിൽ നിന്ന് ഭയങ്കര മണമുണ്ടായിരുന്നു. ബാക്കി അവശേഷം വിട്ടിട്ട് പോയതല്ലേ? നമ്മൾ കഴിഞ്ഞ ഒരു 2-3 എപ്പിസോഡുകൾ നമ്മൾ കണ്ടത് നമ്മുടെ മത്തഞ്ചേട്ടൻ്റെ വീടും അതുപോലെ തന്നെ ഈ പരിസരങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മളിവിടെ ഡിവൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നു. ഏറ്റവും ആദ്യത്തെ എപ്പിസോഡ് നമ്മൾ വന്നപ്പോൾ അതായത് മത്തഞ്ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ തന്നെ ആന വന്ന ആ പ്രദേശവും ആ റോഡും ആ വഴിയൊക്കെ കണ്ടു. ആ റോഡ് പിന്നെ മുകളിലോട്ട് പോകുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. നമ്മൾ പലരോട് ചോദിച്ചപ്പോഴും ഇതിന് മുകളിലേക്കും 2-3 വീട്ടുകാരും കൂടെ താമസമുണ്ട്. അപ്പോൾ അവരെയും കൂടെ ഒന്ന് കാണാൻ പോവുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ സ്ഥിതി എന്താണെന്നൊന്ന് അറിയാൻ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലെ തന്നെ ഇതിലും ഭീകരമായിട്ട് കിടക്കുന്ന സ്ഥലമായിരിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഏതായാലും അവരുടെ അവസ്ഥയൊന്ന് കാണുക, അവരോടൊന്ന് സംസാരിക്കുക, ആ പ്രദേശമൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലക്ഷ്യം കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും ആ ഒരു പോകുന്ന വഴിയും ആ പ്രദേശത്തുള്ള ആളുകളെ ഒന്ന് കാണാം. ഈ മുകളിൽ ലൈൻ നോക്കി നോക്ക്, കറണ്ട് കമ്പിയില മെയിൻ്റെനൻസും ഇല്ല. ഇതൊക്കെ നോക്കി നോക്ക്, എന്തുമാത്രം ബുദ്ധിമുട്ടിലാണ് കിടക്കുന്നത്. അയ്യോ എന്താണ് ഈ കാണിക്കുന്നത്? മരം വീണ് പിന്നെ ആരെങ്കിലും വന്നിട്ട് ടച്ച് ചെയ്ത് പിന്നെ തീർച്ചയായിട്ടും അടിക്കുമല്ലോ. നോക്കി നോക്ക്, ലൈൻ പോകുന്ന ലൈൻ ജസ്റ്റ് ഒന്ന് ആന തന്നെ വന്ന് തട്ടിയ ഷോക്ക് അടിച്ച് ചാവും. അതെ, ആന നടക്കുമ്പോ ആന വന്ന് തട്ടിയ ഷോക്ക് അടിച്ച് ചാവും. അതെ, ഇത് നോക്കി നോക്കി, ഇതൊക്കെ ആനയുടെ പുറം തട്ടില്ല, പിന്നെ തീർച്ചയായിട്ടും തട്ടും. പിന്നെ അതെ, എന്താണ് ഈ കാണുന്നത്? KSEB അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇവിടെ കുറച്ച് ആളുകൾ ജീവിക്കുന്നുണ്ട്. ഇതൊക്കെ പൊട്ടിയിട്ട് രാത്രിയൊക്കെ വീണ് മഴയുള്ള സമയത്തൊക്കെ പൊട്ടി വീണ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? കറണ്ടും ഉണ്ടാവില്ല. ഈ മലയോര മേഖലകളിൽ പാവങ്ങൾ വെള്ളം കൂടി എടുക്കുന്നവരൊക്കെ എങ്ങനെയാണ് ഈ സമയത്തൊക്കെ? ഈ സ്ഥലത്തല്ലേ ഊർജിതമായിട്ട് വർക്ക് ചെയ്യേണ്ടത്. ചെറിയ ഇത് ഞാൻ മുകളിൽ നിന്ന് ഇറങ്ങാം. ഇവിടുന്ന് എൻ്റെ ചെയ്യാം. ഇങ്ങനത്തെ സ്ഥലമല്ല, ഏരിയ പോലെ അല്ലേ? അതെന്ത് സാധന ആ തൂങ്ങി കിടക്കുന്നത്? അത് അവരുടെ സ്ഥലമാണ്. അല്ല അതെന്നെ സാധനം? അത് ഇഞ്ചയാണ്, ഇഞ്ചമുള്ള ഒരു പൂവ് പോലെ അല്ലേ? അതെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇല്ല കണ്ടോ ആന അന്ന് ഇറങ്ങി വന്ന ഏരിയ? ആന ഇതിലെങ്ങനെ റോട്ടിൽ കൂടെ തന്നെ വന്നേ? ഓഹോ, നമ്മളിതിൻ്റെ മുകളിലേക്ക് 2 വീടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ വീടാണ് കേട്ടോ ഇതിൻ്റെ ഇപ്പുറത്തോട്ട്. ഓഹോ,
വണ്ടി വർക്കായിരിക്കും അല്ലേ? കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ഇവിടെ വന്നല്ലേ? അതന്നെ. ഉണ്ടോ ഇവിടെ താമസമുണ്ടോ ചേട്ടനൊക്കെ? താമസമുണ്ടോ ഇവിടെ? താഴേക്കല്ലേ? ഓ അവിടെ അല്ലേ? ഇവിടെ താമസമുണ്ടോ അവിടെ? താഴേക്ക് പോയി അല്ലേ? അതാ ചോദിച്ചേ. അതായത് കിട്ടുന്നു സ്വന്തം വെട്ടാക്കില്ല. ടോപ്പിലെത്തിയില്ലേ? ഇവിടുന്ന് 500 മീറ്റർ, ഒരു 500 മീറ്ററേ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റാ. ഇതുണ്ട്, ഇതൊക്കെ അങ്ങനെ കൊണ്ടുവന്നിട്ടേക്കുന്നത്. ഇങ്ങനെ റോഡ് ഇങ്ങനെ പോയിട്ട് കൊട്ടമ്പെടുത്തു. ഓണം വരെ പോവില്ല. ആനയും മറ്റു മൃഗങ്ങളൊക്കെ ഇറങ്ങി വരുന്ന വഴിയാട്ടെ കാണുന്നത്. ഇങ്ങനെ പോയാൽ കാൽപ്പാട് വേണ്ട. ഇത് കാട്ടുപോത്തിന്റെ ഇടാ, വലിയ കാൽപ്പാടം. ഫോറസ്റ്റ് അതിന്റെ മുകളിൽ കുറച്ച് സ്ഥലമുണ്ട്. തൊട്ട് താഴെ അവരുടെ വീട്. ഇനി ഇങ്ങോട്ട് ഇറക്കമാണോ? ഇനി ഇറക്കോ ഇങ്ങോട്ട്? ഇനി ഇല്ല 2 വീട് എവിടെയാണ്? ഇവിടെയൊക്കെ ഒത്തിരി തെങ്ങും കാര്യങ്ങളൊക്കെ ആന മറിച്ചിട്ടുണ്ട് കേട്ടോ. ആന മറിച്ചിട്ടുണ്ട് അല്ലേ? എല്ലാം തെങ്ങ് മറിക്കുന്നുണ്ട് ഇഷ്ടംപോലെ. ആറിനകത്തൊക്കെ ചെന്നാൽ ഇങ്ങനെ കണ്ടോ ആയിരക്കണക്കിനാണ്. അവിടെ താമസമുള്ളത്. ആ സ്ഥലമൊന്നും ഫോറസ്റ്റിന് എടുത്ത് പോയിട്ടില്ല. ഇതെല്ലാം ആൾക്കാരുടെ കൈവശമുള്ള സ്ഥലങ്ങളാണ്. ആണല്ലേ? അതാ ഞാൻ പറഞ്ഞേ. അയ്യോ, അത് അവിടെ നിന്ന് കാണിക്കാൻ മറന്നു. ആനപ്പെണ്ണം കിടന്നതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയായിരുന്നു. നിങ്ങൾക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് കൊട്ടിയൂർ ടൗൺ കേട്ടോ. കൊട്ടിയൂരാണ് കാണുന്നത്. ഉണ്ടോ? ഇത്രയും മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇത്രയും ടോപ്പിലെത്തി. ഇനി കുറച്ച് ദൂരമുള്ളൂ മുകളിലേക്ക് മല തീരെ. അത്രയും ടോപ്പ് 500 മീറ്റർ പോയി കഴിഞ്ഞാൽ വയനാട് എത്തി കേട്ടോ. അത്രയും ലെവലിലെത്തി നമ്മൾ. ഇതൊക്കെ എന്തൊക്കെയോ ജീവികൾ ഇറങ്ങി വരുന്ന പാടുകളും കാര്യങ്ങളും ഒക്കെ കാണാം കേട്ടോ. അതെ, ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ ഒരു വീട്, അവിടെ ഒരു വീടാണുള്ളത്. 2 വീട്. ആ ചേച്ചിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇതാണ് വീട്. ഇവരുടെ സ്ഥിതി നോക്കിയൊക്കെ, ഇവരുടെ വീട് നോക്കിയൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ടായിരുന്നു പറയുന്നില്ല. ഈ വീട്ടിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങിപ്പോയി. ഇപ്പോൾ താഴെയൊക്കെ വാടകയ്ക്ക് താമസിക്കുകയാണ്. ഇവിടുത്തെ കാരണം കാര്യങ്ങളൊക്കെ ഉള്ള അത് ഈ ഫെൻസിങ് ഇടാത്തതുകൊണ്ടാണ് പ്രശ്നം അല്ലേ? ഈ വീട്ടിലാണ് ഇവിടെ താമസമുണ്ടോ? 2 വീട്ടിലൊരു വീട്. ഇവരുടെ സ്ഥിതിയും കണക്കന്നെ. 3-4 വീട്ടുണ്ട്. അല്ലേ? ഇവരൊക്കെ ഇവിടെ താമസം ഇല്ലാത്തവരായിരിക്കും അല്ലേ? ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ഔസേപ്പച്ചൻ. ഇപ്പം താഴെ വാടകയ്ക്ക് വാടകയ്ക്ക് താമസിക്കുക. ആണല്ലേ? ഇവിടെ വെള്ളമില്ല, പിന്നെ മൃഗശല്യം, പിന്നെ പ്രശ്നം തന്നെ. എല്ലാ ജീവികളും ഉണ്ട് അല്ലേ? എല്ലാ ജീവികളും ഉണ്ട്. സിംഹം ഒഴിച്ച് ബാക്കിയുള്ളതാണ്. ഓ, കടുവയൊക്കെ കണ്ടിട്ടുണ്ടോ ഇവിടുന്ന്? ഇല്ല, നേരിട്ട് കണ്ടിട്ടില്ല. ആനയായിട്ട് ഇങ്ങനെ മുഖാമുഖം ആന വന്നിട്ടുണ്ടല്ലേ? ഒന്ന് പെട്ടുപോയിട്ടുണ്ട്. അവരുടെ വീട് കിട്ടുമല്ല. ഇവര് ഇപ്പൊ താമസമുണ്ട് അവിടെയാണ് വീട്? അല്ല, ഇതിന്റെ തൊട്ടപ്പുറത്ത് വീട്. ഓക്കെ ഓക്കെ. പോയെടുക്കാൻ വീഡിയോ ഇതായിരുന്നല്ല ഈ വീട് അറിയാം? തോട്ടത്തിൽ ദേശമാണ്. ദേശീയ തോട്ടത്തിൽ അല്ലേ? അവര് താമസമില്ല അല്ലേ? താഴെയുണ്ട്. എല്ലാവരും നിങ്ങളൊക്കെ താഴേക്ക് പോയില്ലേ? ആദായം പെറുക്കാൻ വരും. മെയിന് വെള്ളമില്ല. വെള്ളമില്ല അല്ലേ? വെള്ളം ഉണ്ടായിരുന്നതാ. വെള്ളം 2018 പ്രളയമൊക്കെ കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞ് നോക്കുമ്പോൾ പ്രളയം പിന്നെ ഉറവച്ചാലൊക്കെ മാറിപ്പോയി. പ്രളയം കഴിഞ്ഞപ്പോ അല്ലേ? ഓ, ഉറവ മാറിപ്പോയി. ഇന്നത്തെ പണി കഴിഞ്ഞല്ലേ? ഇന്നത്തെ പണി രാവിലെ വന്നതാ. അണ്ടി ഒന്നും കിട്ടിയായിരുന്നു. മലാനും എല്ലാം മലാനും അറിയത്തില്ല. അറിയാം. മലാനും പിന്നെ ആടും. ആട് പിന്നെ ചവച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. പിന്നെ ഉടവ് പറ്റും. പോത്തിറങ്ങുന്നുണ്ടോ? പോത്തില്ല, മഴയായി കഴിഞ്ഞാൽ എത്തൂല. ഓ, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാ സാധനവും. ശരി എന്നാ പോയിക്കോട്ടെ. ഇനിയിപ്പോൾ അങ്ങ് താഴെ വരെ നടന്നുവോ? ചിലപ്പോൾ ഫോട്ടോ വിളിക്കും. ഇതിലൊക്കെ ആന ഇറങ്ങുന്ന കേട്ടോ. ഇത് ടോപ്പിൽ നമ്മളെത്തി. ഇങ്ങോട്ട് ഒരു വീടും കൂടെ ഉള്ളു കേട്ടോ. നമ്മൾ തൊട്ട് മുന്നത്തെ വീട്ടിൽ നമ്മൾ ചെന്നു. അപ്പോൾ അവർക്ക് മുഖം കാണിക്കാൻ താല്പര്യമില്ല. എല്ല് കഷ്ണം ഉണ്ടാവും. ചെക്ക് ചെയ്തൊക്കെ ഇല്ല, രോമമുണ്ട് അതിൻ്റെ അകത്ത്. രോമം കിടപ്പുണ്ട്. ഇതൊക്കെ ഇന്നത്തെ ഫ്രഷാ അല്ലേ? 1.5
പുലിയാണോ? ഒരു കമ്പെടുത്ത് നോക്കിയാ ഇത് പുലിയാടാ. പിരിയുണ്ടോ അറ്റത്ത് പിരിയുണ്ടോ? പിരിയുണ്ട് പുലിയ. രോമുണ്ട്. രോമമുണ്ട്. എന്തോ ഒരു ജീവനെ ഇതാണ് അതിൻ്റെ രോമം കാര്യങ്ങളൊക്കെ. പുലിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുലിയാനേ സാധ്യതയുള്ളൂ. പുലിയ എല്ല് കഷ്ണം ഉണ്ടോ ചെയ്യാൻ പറഞ്ഞല്ലേ? അധികം പഴക്കില്ലട്ടാ. അതാ പറഞ്ഞെ, ഇന്നലെ രാത്രിത്തെ വേണ്ട. രാത്രിത്തേടാ, നനവ് പോയിട്ടില്ല. എല്ലാ സാധനമുണ്ട്. ഇത് അറ്റം പിരിഞ്ഞെടുക്കുന്ന പുലിയ. ലെപ്പാടാകാനേ സാധ്യതയുള്ളൂ. പിരിയുള്ളത് പുലിയാന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. എനിക്കറിയത്തില്ല. ഇതൊക്കെയുണ്ട്. ഇത് സ്ഥിരം സ്ഥലം കേട്ടോ. ഇതിൻ്റെ അല്ലേ ഒരു സ്മെല്ല് വരുന്നുണ്ട്. ഇതിൻ്റെ മുകളിലൊക്കെ ആന ഉണ്ടാവും കേട്ടോ. ഏറ്റവും ടോപ്പിൽ കേട്ടോ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഏറ്റവും മുകളിലെത്തി. അങ്ങനെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് വീട് കേട്ടോ. ഇത് ഈ വീട്ടിൽ ഇപ്പോൾ ആളില്ലല്ലേ? ഉണ്ടോ? ഇതെന്താ തൊഴുത്ത? ആ, ഈ വീട്ടിലാളുണ്ടല്ലേ. ഇതാണ് ലാസ്റ്റ് വീട് കേട്ടോ. ഇനി ഇങ്ങോട്ട് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ ഫോറസ്റ്റാണ്. അവിടെ ഒരു വീടുണ്ട്. അവിടെ താമസമില്ലല്ലേ? താമസമില്ലല്ലേ? അവിടെ ഒരു വീടും കൂടെ ഉണ്ട്. അവിടെ താമസമില്ലെന്ന് പറഞ്ഞ്. ഇവിടെ ഇങ്ങനെ ഒരു വീടുണ്ട് കേട്ടോ. നാട്ടിനും കൂടി ദോഷമാണ് നിങ്ങള്. ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു മാറ്റം വരികയാണെങ്കിൽ സത്യം ഇതാട്ടോ ലാസ്റ്റ് വീട്. നമ്മളങ്ങനെ ലാസ്റ്റ് ഏറ്റവും മുകളിലായിട്ടുള്ള ആ വീട്ടിലെത്തിയിരിക്കുകയാണ്. മത്തഞ്ചേട്ടൻ്റെ വീടും കഴിഞ്ഞ് നമ്മൾ ആ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് തങ്കച്ചൻ. എത്ര വർഷം ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ ഒരു 50 വർഷം. 50 വർഷമായി അല്ലേ? മത്തഞ്ചേട്ടന് നിങ്ങൾക്ക് ഒരേ. അതെ അതെ. ചേച്ചിയുടെ പേരോ? അച്ചാമ്മ. പിന്നെ എന്തൊക്കെയുണ്ട് ഇവിടുത്തെ വിശേഷങ്ങൾ? ഇവിടെ വന്യമൃഗ ശല്യം. എല്ലാ മൃഗങ്ങളും വരുന്നുണ്ടോ? എല്ലാ മൃഗങ്ങളും. ആന, കാട്ടി, ഇന്ന് വേണ്ട, കുരങ്ങ്, മലയണ്ണാൻ, ഒരു സാധനം കിട്ടുമല്ലോ. തേങ്ങയെല്ലാം ഭയങ്കര ശല്യം തന്നെ. പുലിയൊക്കെ ഇറങ്ങാറുണ്ടോ? പുലിയുണ്ട്. ആണല്ലേ? ആ രോമം തൊറിയിട്ട് ആ വഴി കിടക്കുന്ന പുലിയുടെ. ആണല്ലേ? നേരിട്ട് കണ്ടിട്ടില്ലെന്ന് മാത്രം അല്ലേ? ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. മത്തഞ്ഞാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവരുടെയൊക്കെ പട്ടീനെ പിടിച്ച കാര്യമൊക്കെ പറയുന്നത്. എന്റെ പട്ടിയൊക്കെ ഉണ്ട്. ആണല്ലേ? പട്ടി പിടിച്ചിട്ടുണ്ട്. പുലിയും കടുവൊക്കെ ഉണ്ട് ഇവിടെ. പട്ടി നല്ല ഒരു പട്ടിയായിരുന്നു. ആണല്ലേ? അതിനെ കൊണ്ട് എന്താ ശരിക്കും പറമ്പിൽ തന്നെ കശുവണ്ടി? പറമ്പിൽ കുറച്ച് കശുവണ്ടി കിട്ടും, ചില മുളക് കിട്ടും. അങ്ങനെ എല്ലാ വകയും ചിരിച്ചുണ്ട്. ഇപ്പൊ തേങ്ങ ഒന്നും കിട്ടുമല്ല. അവൻ്റെ കുരങ്ങും മലയെണ്ണാനും എല്ലാം പറിച്ചോണ്ട് പോകും. നമുക്ക് അരയ്ക്കണമെങ്കിൽ ഇപ്പൊ താഴെ നിന്ന് മേടിക്കണം. ചേട്ടന് എത്ര ഏക്കർ സ്ഥലമുണ്ട്? എനിക്കിവിടെ 2 ഏക്കർ രേഖയുള്ളതും 1 ഏക്കർ രേഖയില്ലാതെ. ഇതിന് രേഖയില്ല. എത്ര തെങ്ങുണ്ട് ഇതിനകത്ത്? 40 തെങ്ങാണ്. 40 തെങ്ങുണ്ടായിട്ടും തേങ്ങ കിട്ടുന്നില്ല? തേങ്ങ ഇല്ല, അരയ്ക്കാനില്ല. എല്ലാം ആന മറിച്ച് കളഞ്ഞു. അധികവും കുറെ ആന മറിച്ച് കളഞ്ഞു. ആന മറിച്ച് കളഞ്ഞു. പിന്നെയോ? പിന്നെ മലയണ്ണാനും മലയണ്ണാന്, കുരങ്ങ്, എന്ന് വേണ്ട, പന്നി, കാട്ടുപന്നി എല്ലാം ഭയങ്കര ശല്യമാണ്. ഞങ്ങള് രാത്രി ആയിക്കഴിഞ്ഞാൽ വഴിക്കോട്ടൊന്നും വീട്ടിൽ തന്നെ ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങാനല്ലേ. ഇത്രയും നിങ്ങൾ ഏറ്റവും അവസാനത്തെ വീടല്ലേ ഇത്? അപ്പൊ ഇവിടുന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ആരെ വിളിക്കും? ആരെ വിളിക്കാനോ വല്ല വണ്ടിക്കാരും ധൈര്യമുള്ളവർ കയറി വന്നെങ്കിൽ. ജീപ്പുകാരല്ലേ? ആ ജീപ്പുകാർ. ഇവിടുന്ന് ജീപ്പ് താഴെ ഇവിടെ എത്തണമെങ്കിൽ 500 രൂപ. 500 രൂപ. 500. ഇന്ന് 560 മേടിച്ചു. ആണല്ലേ? പെട്രോളിന് വില കൂട്ടി വേണ്ട? പെട്രോളിനല്ല, പിന്നെ ഇന്നൊരു ശകല വണ്ടി കൊണ്ടുവരണ്ടായിരുന്നു. അപ്പൊ ഇങ്ങോട്ടൊരു 10 കിലോ 20 കിലോ അരിയെല്ലാം കൊണ്ടു തന്ന് അവന് 600 രൂപ അയച്ചു. 600 കൊടുത്തു. അങ്ങനത്തെ വഴിയാണല്ലോ അല്ലേ? ആ വഴി മോശമല്ലേ. ഇവിടുത്തെ ഒരു വഴി ഇപ്രാവശ്യം പിന്നെ മെമ്പർ പറഞ്ഞ ഇപ്രാവശ്യം ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ഒരു 100 മീറ്ററിലും റോഡും നന്നാക്കി കയറ്റം കുറച്ച് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ അങ്ങനെ പറഞ്ഞിട്ട്. ഇത് 12-ാം വാർഡ്. നമ്പ്രാൻ റോയി നമ്മുടെ പിന്നെ മെമ്പർ. പുള്ളിയെ പറഞ്ഞേക്കുന്നത് ഒരു 100 മീറ്റർ വഴിയും കുറച്ച് വഴി കയറ്റം കുറച്ച് തരാന്ന് പറഞ്ഞിട്ട്.
ഒരോട്ടം ഇവിടെ വരുന്ന ലെവലാക്കി ഇത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല അത് മതി, അത് കിട്ടിയാൽ മതി. ആ അങ്ങനെയൊക്കെ പറഞ്ഞ് നിൽക്കുന്നു. ഇനിയിപ്പം ഇപ്പം 2-3 അപേക്ഷ കൊടുത്തു, പക്ഷെങ്കിൽ നമുക്ക് നഷ്ടമൊന്നും കിട്ടിയിട്ടില്ല. ആന ഇറങ്ങി നശിപ്പിച്ചതിന്. അതെ അതെ അതെ. നഷ്ടപരിഹാരത്തിന് അപേക്ഷ കൊടുത്തായിരുന്നോ? ആ 3 അപേക്ഷ കൊടുത്തു. ആണല്ലേ? എത്ര നാളായിട്ട് കൊടുത്തിട്ട്? ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞു. 3 എണ്ണം കൊടുത്തിട്ട് 1 കൊല്ലം കഴിഞ്ഞു. ആ ഈയിടെ ഇന്ന് ഫോറസ്റ്റുകാരനെ വിളിച്ചിട്ട്, ഫോറസ്റ്റുകാരാണോ പിന്നെ ഇതിൻ്റെ അപ്പം എൻ്റെ ജോസഫെന്നും തങ്കച്ചനും പേരുണ്ട്. അങ്ങനെ വെച്ച് ഞാനൊന്ന് കൊടുത്തത്. അപ്പോൾ അതിൻ്റെ പിന്നെ 2 ഒരാളാണെന്നുള്ളത് തെളിയിപ്പിക്കുന്ന മെമ്പറോട് കത്ത് മേടിച്ചുകൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞ് ഞാൻ പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ മാത്രം ഇങ്ങനെ തെളിയിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ? അല്ല ഒന്നും കിട്ടലൊന്നുമില്ല. നമ്മളപേക്ഷ കൊടുക്കുമ്പോൾ ഇപ്പോൾ 5 ബാറും തെങ്ങും കളഞ്ഞ് കശുവണ്ടി ഓടിച്ച്. എന്നാ ചേട്ടന് ഇന്ന ആളാന്ന് തെളിയിക്കണമെന്നോ? രണ്ട് പേരാണല്ലോ. ആധാർ കാർഡിൽ തന്നെ കിടക്കുന്നത്? ആധാർ കാർഡിൽ ജോസഫ് എന്നാ, പട്ടയത്തിൽ തങ്കച്ചൻ. ഓ അങ്ങനെ. അപ്പോൾ ഞാൻ 2 പേരും വെച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ ഒരാൾ തന്നെയാണെന്നുള്ളതിൽ തെളിവ്. പണ്ടത്തെ കാലത്തെ അല്ലേ? പണ്ടത്തെ ഇതല്ലേ. അതെ അതെ അതെ. മെമ്പറുടെ അടുത്ത് പേപ്പർ മേടിച്ച് കൊണ്ട് മെമ്പറിന്റെ അടുത്തും പേപ്പർ മേടിച്ചിന്നും ഫോറസ്റ്റ് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ ചെന്നും പറഞ്ഞു അവിടുന്ന് വിളിച്ചതല്ല, ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചായിരുന്നു. എവിടുന്നാന്ന് അവര് വിളിച്ചിട്ടെന്ന് അവര് പറയും. അപേക്ഷ കൊടുത്തോടത്തായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് അത് അങ്ങോട്ടൊരു അയക്കാന്നെല്ലാം പറഞ്ഞ് അവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്നോട് ഇന്നലെ പറഞ്ഞത് കുട്ടിയുടെ ഇവിടുന്ന് ഫോണെ വിടാൻ പറഞ്ഞു. ഫോണെ വിടലൊക്കെ കണക്കാണ്. ഇവിടെ അടുത്തൊന്നും ഞങ്ങൾക്ക് ചെറിയൊരു ഫോണേ ഉള്ളൂ. ഫോണുമില്ല. ഫോണില്ല. അവിടെ കൊണ്ട് തരാമെന്ന് പറഞ്ഞു. എന്നാൽ അത് നിങ്ങൾക്ക് പൈസ ചിലവല്ലെന്ന് ചോദിച്ചാൽ അത് കുഴപ്പമില്ല. ഒന്ന് താഴെ പോയിട്ട് വേണം 500 വേണം. താഴെ പോവാൻ മാത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 1000 രൂപ വേണം. 1000 രൂപ. ഓട്ടോയ്ക്കാണെങ്കിൽ 300 രൂപ. അന്നേരം ഇങ്ങോട്ട് നടക്കണം. നമ്മൾ ആ കോൺക്രീറ്റ് കഴിഞ്ഞ് ഇനി നടക്കണം. എപ്പോഴും മിക്കവാറും നടന്നു പോരുവാണോ? അവിടം വരെ ഓട്ടോയ്ക്ക് വന്നാൽ നമ്മൾ ആ കോൺക്രീറ്റ് കഴിഞ്ഞ് നടക്കും. അങ്ങനെ ഇവിടെ പിന്നെ കരണ്ട് ബില്ലുകാരൻ വന്നിട്ട് ആനയെ വഴിക്കണ്ടിട്ട് പുള്ളി ഇങ്ങോട്ട് വന്നു. എന്നിട്ട് പുള്ളി തിരിച്ചു പോയത്. കരണ്ട് ബില്ല് അവിടെ വഴിക്ക് ഒരിടത്ത് കൊടുത്തിട്ട് ബില്ല് കഴിഞ്ഞ് തലേപ്രാവശ്യത്തെ വെച്ചിട്ട് സെയിം അടിച്ച്. എനിക്ക് കുറവാ 200 രൂപ. 200 ഇപ്പോഴാണ്. നേരത്തെ 80 രൂപ. രാത്രി 2 ലൈറ്റ് ഇടും. ആന വരുന്നോണ്ട് അപ്പുറം ലൈറ്റ് ഇടും. 2 ലൈറ്റ് ഇടും. വിവരങ്ങളൊക്കെ അറിയാൻ അടുക്കളയിൽ ലൈറ്റ് ഇടും. നിങ്ങൾക്ക് എത്ര മക്കളാ? ഞങ്ങൾക്ക് 2 മക്കള്. ഒരാണൊരു പെണ്ണ്. മക്കളൊക്കെ എവിടെയാ? പെണ്ണ് കർണാടക കെട്ടിച്ചു വിട്ടു. ചെറുക്കൻ വയനാട്ടിലാണ് ഉള്ളത്. പിള്ളേരെ സ്കൂളിൽ വിടാൻ. അവന്റെ മൂത്തവനായി. അവരൊക്കെ ജോലി ചെയ്യുന്നവരാ? അവന് മിഷ്യം വയക്കാൻ പോകും. കാട് വെട്ടാൻ. മകന് പണിക്കാരി കാണും. മകളോ? മകള് കർണാടകയിലുള്ള. അവരുടെ റബ്ബറും തോട്ടമൊക്കെ ഉണ്ട്. റബ്ബർ വെട്ടും പരിപാടിയൊക്കെ. ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ പോവോ? എല്ലാ കാലത്തും. അതിനിപ്പോൾ പോക്കൊന്നും നടക്കുകയില്ല. രാവിലെ പോയാൽ 4 മണി ആകും അടുത്തുമ്പോൾ. അപ്പം ഇനി അത്രയും ദൂരമൊന്നും പോകണം. യാത്ര ചെയ്യാൻ പറ്റിയല്ലേ? ഇപ്പം എന്തൊക്കെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടോ? ഇപ്പം കണ്ണിന് കാഴ്ചക്കുറവ് ആണല്ലേ? കണ്ണിന് കാഴ്ച തീരെ പോയതായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ പോയി വയനാട്ടിൽ ഞാൻ മേപ്പാടി പോയി 4 മാസം. മേപ്പാടി. അവിടുന്ന് പിന്നെ 4 മാസം ഗുളിക തന്നു മേടിപ്പിച്ച്. അത് ഇവിടെയെങ്കിലും കിട്ടുമല്ലോ. അങ്ങ് കർണാടകയിൽ നിന്ന് മകളും മേടിച്ച് അയച്ചു തരുമായിരുന്നു. ആ ഗുളിക കഴിച്ചപ്പോൾ ഞാൻ ഇപ്പം ഇത്രയോളം കഴിച്ചുള്ളത്. ഇപ്പം നടക്കാനൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല? നടക്കാൻ ബുദ്ധിമുട്ടാ. പിന്നെ നടക്കാതിരിക്കാൻ പറ്റുമോ? പറമ്പിലൊക്കെ പണിക്ക് പോവോ? ഇറങ്ങോ? പറമ്പിൽ വടിയെല്ലാം കുത്തിപ്പിടിച്ച് പയ്യെ പോയി 5-6 അണ്ടികളൊക്കെ പയ്യെ ഇരുന്നിറങ്ങിയൊക്കെ പെറുക്കും. അവിടെ ഭയങ്കര ചെരുവാ ആ സ്ഥലം. താഴെ ഇതാ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം കേട്ടോ. ചെരുവെന്ന് ചേട്ടൻ പറഞ്ഞ് ഇതുണ്ടോ, ഇതുപോലെ അങ്ങ് ഇറക്കമാണ്. ഇവിടുന്ന് പിടുത്തം വിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ നീണ്ടോക്കി ടൗണിൽ ചെന്ന് നിൽക്കും കേട്ടോ. പിന്നെ വെള്ളമില്ല. വെള്ളം ബുദ്ധിമുട്ടല്ലേ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ തുള്ളി അതും ഇല്ല. അതും നിൽക്കിപ്പോൾ.
അത് ഇപ്പൊ ഈ 2 മാസമേ ഉള്ളൂ. അത് കഴിഞ്ഞ 2 മാസം എന്ന് പറഞ്ഞാൽ വെള്ളം വേണ്ടേ. അത് ഈ 2018 മറ്റേ പ്രളയം നിങ്ങൾക്ക് അതിനുശേഷം ഈ ഓർവച്ചാലൊക്കെ മാറിപ്പോയി. പക്ഷെ ഇവിടെ പറ്റാത്ത വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇതിലെ പോയി പണ്ട് ഇവിടെയൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടിട്ടായി കൊന്നു കയറിയത്. ഇഷ്ടംപോലെ വെള്ളം വെള്ളത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പക്ഷെ ഇന്ന് പോയിട്ട് കുടിക്കാൻ വെള്ളം. അതെ അതെ. 2 മാസം ഞങ്ങൾ അതിനായി ശേഖരിച്ച് വെച്ചേക്കുന്നു ആ ടാങ്കിലൊക്കെ. അതുകൊണ്ട് പയ്യെ കുറേശ്ശെ ചെലവാക്കി. മഴ പെയ്താൽ വെള്ളമാകും. നല്ല മഴ 2 മഴ പെയ്താൽ വെള്ളമാവൂല്ലേ. നേരത്തെ ഒന്നും ഈ വേനൽക്കാലത്തും പ്രശ്നമില്ലായിരുന്നു. ഇഷ്ടം പോലെ വെള്ളമില്ലായിരുന്നു. ഈ വണ്ണത്തിന് വെള്ളം തോട്ടിക്കൂടെ ഒഴുകിക്കൊണ്ടിരുന്നു. അത്രയും വെള്ളവും സൗകര്യം ഒക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ അതും അങ്ങനെ കാരണവന്മാരായിട്ട് മേടിച്ചതാണ്. അതിപ്പോ ചേട്ടന്റെ വീട്ടിൽ എത്ര പേരുണ്ടായിരുന്നു? ഇത് തറവാടായിരുന്നു പണ്ട്? തറവാട് താഴെയായിരുന്നു. ഇത് മൊത്തം 10-15 ഏക്കർ മേടിച്ച് കയറുന്നത്. താഴെ 2 ഏക്കർ വയലും 1 ഏക്കർ കരയും 1.5 ഏക്കർ കരയുണ്ടായിരുന്നു. അതെല്ലാം വിറ്റ. പിന്നെ 5 പെൺപിള്ളേരായിരുന്നു എൻ്റെ പെങ്ങന്മാർ. ഒരാളെ കെട്ടിക്കും 10 സെന്റ് വിറ്റ് അങ്ങനെ ലാസ്റ്റുള്ള എല്ലാം കൂടെ വിറ്റിങ് കുന്ന് കയറി. ഏറ്റവും അവസാനത്തെ ആയിരിക്കും ചേട്ടൻ്റെ കയ്യിൽ വന്ന്. എൻ്റെ അനിയനടുത്തനുണ്ട്. അവനിപ്പോൾ താഴെ 10 സെന്റ് മേടിച്ച്. ഇവിടെ ഈ സ്ഥലം ഉണ്ടായിരുന്നു, അതും വിറ്റു. അങ്ങനെയൊക്കെയുള്ളു. ഇവിടെ ദുരിതം തന്നെ. ചേട്ടനിപ്പോൾ എത്ര വയസ്സുണ്ട്? എനിക്ക് 67. ചേച്ചിക്കോ? അവക്കും കാണും ഒരു 65 ഉണ്ടാകും. ഒരു 60-64 കാണും. 50 വർഷം ഇവിടെ തിരിച്ചല്ലേ? അതായത് 10 വയസ്സൊക്കെ ഉള്ള വന്നായിരിക്കും. 10 ഞാൻ 7 പഠിക്കുമ്പോൾ 15 വയസ്സത്തോളം. അങ്ങനെയാണ് ഈ മലയ്ക്കുള്ളവരുടെ എല്ലാവരുടെയും ജീവിതം കഷ്ടതയാണ്. അതെ, പണ്ടല്ലേ എല്ലാവരും ഇങ്ങനെ അല്ലേ കഷ്ടപ്പെട്ട്. വെള്ളമെങ്കിലും എത്തണം, വെള്ളം വിളിച്ചു എല്ലായിടത്തും എത്തണം. വെള്ളം പഞ്ചായത്ത് വേണ്ടി ഇത്രയും ദൂരം വെള്ളത്തൂല. ഒരു കുഴൽക്കിണർ എന്നാലും ഇവിടെ അടിച്ചു കിട്ടിയായിരുന്നു. കിണറടിച്ചാൽ വെള്ളം കിട്ടുമോ? പിന്നെ കുഴൽക്കിണടിച്ചാൽ വെള്ളം കിട്ടും. പൈപ്പിട്ട് കൊടുത്താൽ മതി. ഈ റോഡ് ഒന്ന് റെഡി ആയിരുന്നെങ്കിൽ നല്ല ദൂരം ഉണ്ടല്ലോ. കോൺക്രീറ്റ് കഴിഞ്ഞിടത്തേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്താൻ എങ്ങനെയാലും ഒന്നില്ലേ 1.5 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ മത്തഞ്ചാടിൻ്റെ വീടും കഴിഞ്ഞ് ഇവിടം വരെ ഏകദേശം ഒരു 1.5 കിലോമീറ്ററിൻ്റെ മേലെ നമ്മൾ നടന്നിട്ടാണ് ഈ ഒരു വീടെത്തി. ഇതാണ് ലാസ്റ്റ് വീട് കേട്ടോ. അതെ 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 അതെ. അവർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്യുമായിരിക്കും അല്ലേ? ചെയ്യുമെന്ന് വിശ്വസിച്ച് ഇരിക്കുക. ഈയിടെയും കണ്ടായിരുന്നു അടുത്ത കാലത്ത് നാട്ട് കിട്ടുമെന്ന് പറഞ്ഞു. വെള്ളവും വിളിച്ചു. എന്തായാലും ഒരു കുഴൽക്കിണർ ഇവർക്ക് 3 വീടല്ലേ ഉള്ളൂ. 3 വീടർക്കും വെള്ളം കിട്ടും. ഒറ്റ കിണർ അടിച്ചാൽ മതി അല്ലേ? പിന്നെ സുഖമായിട്ട് വെള്ളം കിട്ടും. കുഴലടിച്ചു കഴിഞ്ഞാൽ നല്ല ആഴം അടിക്കേണ്ടി വരും. പക്ഷെ ഉറവുണ്ടല്ലോ. വേണ്ട, അങ്ങോട്ട് കിട്ടും ഒരിക്കലും. ഉറവയുണ്ട്. അതിവിടെ താഴ്ന്ന വെള്ളമൊക്കെ അങ്ങ് താഴ്ചന്ന് പൊങ്ങുന്നു. അതെ അതെ. പിന്നെ ഇവിടുത്തെ മറ്റനുഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. ഞങ്ങൾ ഇത്രയും ദൂരം നിങ്ങളുടെ ഇതൊക്കെ കേൾക്കാൻ വേണ്ടി വന്ന അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ വന്നിട്ടിപ്പോൾ 1 മാസം ആയിട്ടുണ്ട്. കുറെ ചക്കയും മാങ്ങയും എല്ലാം പറിച്ച് വഴിയെല്ലാം ഇട്ട്. ഈ മുറ്റത്തൊക്കെ ഇറങ്ങോ? ഈ മാങ്ങ പറിക്കാൻ ഇറങ്ങോ? ഇങ്ങോട്ട് ഇവിടെ നമ്മൾ അപ്പുറം ലൈറ്റ് ഇടും രാത്രി. എവിടെന്നാണ് പട്ടിയെ പിടിച്ച പിലി? പട്ടി ഇവിടെ ഈ തറയിൽ കിടക്കുമായിരുന്നു. ഒരു പട്ടി കുഞ്ഞായി. അത് എത്ര നാളെ? അത് മത്തഞ്ചാടിൻ്റെ ആ പട്ടിയുടെ മകള്. എത്ര നാളെ? അതൊരു 2 വർഷമായിട്ട്. 2 വർഷമല്ലേ? അതായത് മത്തഞ്ചാടിൻ്റെ പട്ടീനെ അവിടെ അന്ന് മത്തഞ്ചാടൻ തന്നെ വീഡിയോയിലൂടെ പറഞ്ഞാണ് കടുവ പിടിച്ചെന്ന് പറയുന്നത് നമ്മൾ കേട്ടാണ്. അതേ പട്ടിയുടെ കുഞ്ഞല്ലേ? ആ പട്ടിയുടെ കുഞ്ഞിനെ ഇവിടുന്ന് പുലിയോ എന്തോ പിടിച്ചോണ്ട് പോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ കാട്ടിൽ നിന്ന് ഭയങ്കര മണമുണ്ടായിരുന്നു. ബാക്കി അവശേഷം വിട്ടിട്ട് പോയതല്ലേ? ഒന്നാമത് തന്നെ ഇവിടെ 10-40 വീട്ടുകാർ താമസിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും ഈ വഴിയുടെ ഒരു വിഷയം, പിന്നെ വെള്ളത്തിന്റെ വിഷയം, കുറെ വീട് കണ്ടു ഞാൻ. അങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞു പോയത്. എല്ലാവരുടെയും പറമ്പ് ഇവിടെ എല്ലാം പറമ്പ് കിടപ്പുണ്ട്, താമസമില്ല. അതോടെ ഇതെല്ലാം വനമായി. പിന്നെ സർക്കാർ ഇത് സ്ഥലം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ട്, ആനത്താരയ്ക്ക് വേണ്ടി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ഏറിയിലുണ്ടായിരുന്നിടത്തോളം മരങ്ങൾ കിട്ടിയ 3/4 പൈസക്ക് ഇവിടെ ആൾക്കാർ വിറ്റ് കളഞ്ഞു. പറമ്പിൽ തെളിക്കലില്ല. ഇപ്പൊ സർക്കാർ ഇത് എടുക്കുമല്ലോ എന്നുള്ള ധാരണയല്ല. അതും എടുത്തുമില്ല. ഇപ്പൊ എല്ലാം വനമാവുകയും ചെയ്തു. അതാണ് സത്യം. അതായത് പദ്ധതിയിൽ എടുക്കുമെന്ന് പറഞ്ഞിട്ട് എടുത്തില്ല. അത് കാരണം ഈ നാട്ടുകാരും പറമ്പ് പോലും തെളിക്കാതെ ഈ വണ്ണമുള്ള തേക്കൊക്കെ 1500 രൂപയ്ക്കൊക്കെ കൊടുത്തു. ഇത് കിട്ടുന്ന പോട്ട് ഇപ്പൊ എടുത്തു പോകില്ലേ. അപ്പൊ അങ്ങനെ ഇവിടെ എല്ലാ മനുഷ്യർക്കും പറ്റി. അങ്ങനെയൊക്കെ ഇവിടുത്തെ കാര്യങ്ങൾ. നിങ്ങൾ
വഞ്ചിക്കപ്പെട്ടു അല്ലേ? വഞ്ചിക്കപ്പെട്ടു. അതൊരു ഭയങ്കര ഒരു കാര്യം തന്നെയാണ് അത്. കാരണം കവുങ്ങ് വണ്ണമുള്ള മരം വരെ മുറിച്ച് കിട്ടിയ പൈസക്ക് കൊടുത്തു. കവുങ്ങിന്റെ വണ്ണമുള്ള മരം? കാരണം ഇത് കിട്ടുന്ന സർക്കാർ ഏറ്റെടുക്കാൻ പോകല്ലേ. അപ്പൊ കിട്ടുന്ന ആട്ടെ വെച്ച് മൊത്തം മരങ്ങളും കൊടുത്തു. പറമ്പ് പിന്നെ തെളിച്ചിട്ടുമില്ല. പിന്നെ ഇങ്ങനെ കാട് പിടിച്ചു പോയി. ബാക്കി ഉണ്ടായിരുന്നവർ കുറേ പേര് ഇട്ടിട്ട് പോയി. ഇവിടെ അധികം പേര്. ഇവിടെ അവിടെയൊക്കെ എത്ര വീടുണ്ടായിരുന്നെന്നറിയോ? എല്ലാവരും ഇറങ്ങിപ്പോയി ജീവനും കൊണ്ട്. നമുക്ക് എങ്ങോട്ടും പോകാൻ സ്ഥലം ഇടയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ കൂടും. താഴത്തെ വാടക കൊടുക്കേണ്ടി വരും. കാട്ടുപോത്തൊക്കെ ഇങ്ങോട്ട് ഇറങ്ങും? കാട്ടുപോത്തുണ്ട്. കാട്ടുപോത്ത് വലിയ ഭയങ്കര പോത്തുകളുണ്ട്. കാട്ടുപോത്ത്, കടുവ, ആന, കുരങ്ങിന്റെ ശല്യം ഭയങ്കരമാണ്. പിന്നെ മലയെണ്ണ. നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല അല്ലേ? മലയെണ്ണന്റെ ശല്യം ഭയങ്കര. അത് മച്ചിങ്ങ വരെ പറിച്ച് കളയും. അത് കുരങ്ങും അത് തന്നെ. അങ്ങോട്ട് കയറി കരിക്കറിയാവുന്നവന് കരിക്ക് കിട്ടും. ഈ 50 വർഷം മുന്നേ അല്ലെങ്കിൽ പോട്ടെ ഒരു 10 വർഷം മുന്നേ നിങ്ങൾക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു? ഒന്നുമില്ല. ഞങ്ങളിവിടെ വരുമ്പോൾ ഒന്നും ഒരു ശല്യവുമില്ല. ഒരു മൃഗങ്ങളും ഇല്ല. അത് കഴിഞ്ഞ് പെരുകിയതാണ്. എനിക്ക് തോന്നുന്നു ഇതിവിടെ കൊണ്ട് വിടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. ഈ കാട്ടിലൊക്കെ ഈയിടെ ഈ താഴെ കണ്ടൊരു രാജവെമ്പാല കണ്ടെന്ന് പറയുന്നത് കേട്ടു. സാധ്യതയുണ്ട്. എല്ലാം ഉണ്ടല്ലോ. രാജവെമ്പാല. ഈ മേളിൽ നിന്നും കണ്ടു. ഇവര് ഈ സർവേക്കാർ സർവേ ഫോറസ്റ്റുകാരും ഉണ്ടായിരുന്നു. കണ്ടു രാജവെമ്പാല്. അങ്ങനെ എല്ലാ വകയുണ്ട്. അങ്ങനെ ഇവിടെ ശല്യവും ദുരിതവും വഴിയില്ല, പിന്നെ വെള്ളമില്ല. ഈ മേളിൽ പണ്ട് പഞ്ചായത്ത് വക ഒരു ടാങ്കും 36ന്റെ അടുത്ത് അവിടുന്ന് ട്യൂബ് ഇട്ട് വെള്ളം ഈ ടാങ്കിൽ കൊണ്ടിറക്കി ഇവിടെ ഒരു 10-40 വീട്ടുകാർ കൊണ്ടുകൊണ്ടിരുന്നു. ഈ ആന വന്നിട്ട് ഈ ട്യൂബെല്ലാം വലിച്ചു കുടിക്കും. ആ ടാങ്ക് ഇപ്പോഴും ഉണ്ട്. ടാങ്ക് ശരിയാക്കിയാൽ മതി മെമ്പർ. ടാങ്ക് ശരിയാക്കിയാൽ വെള്ളം. പിന്നെ വേറെ കാര്യം, ഇതിപ്പോ അങ്ങ് പോകണം തിരിക്കണമെങ്കിൽ കാട്ടിനകത്തൂടെ. ഈ ആനക്കാട്ടിൽ കൂടെ കയറി വേണം പോകാൻ. ചിലപ്പോൾ ആന ഉണ്ടാവൂലേ? ആനയുണ്ടെങ്കിൽ ചിലപ്പോ. അപ്പൊ തിരിക്കാൻ പോകുന്ന എങ്ങനെ ഒരുമിച്ച് പോവാ? എല്ലാരും കൂടെ പോവാ? അന്ന് ഇതുപോലെ ഇത്രയും ശല്യമില്ല. ഇപ്പൊ ആ പ്രസ്ഥാനം പോയി. ആന വലിച്ചു കളഞ്ഞു. ഇപ്പൊ നിങ്ങളിപ്പോ വെള്ളം എടുക്കുന്ന ഇവിടെ നടത്തുന്ന ഇവിടുന്നൊരു ഈ 2 മാസം തീരെ ഇല്ല വെള്ളം. ഇപ്പൊ വെള്ളം തീർന്നു. ഇതുവരെ ഈ തോട്ടിന് അവിടെ ട്യൂബിട്ട് കിട്ടുമായിരുന്നു. ഇപ്പൊ ഇവിടെ നിങ്ങൾ കുടിക്കാനൊക്കെ വെള്ളം കിട്ടുന്ന എവിടെയാണ്? ഇനിയിപ്പോ ഞാൻ കുറെ വെള്ളം അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ആ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒരു കുഴി കുത്തി പ്ലാസ്റ്റിക് ഇട്ട്. പിന്നെ 2 ടാങ്കും ഉണ്ട്. അതിനകത്ത് നിറച്ച് വെച്ചേക്ക. ഈ 2 മാസത്തിന് വേണം. എന്റെ ഒരു മിനിറ്റ് അതൊന്ന് കാണണല്ലോ ചേട്ടാ. ഒന്ന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അത് ഭയങ്കരമായിപ്പോ കേട്ടോ. അവര് 2 മാസത്തേക്കുള്ള ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നപ്പോ അതാണ് ഇവിടുത്തെ സ്ഥിതി. ഞങ്ങൾ ഇറങ്ങി വന്നപ്പോ കണ്ട കേട്ടോ. ഞാൻ ഇത് കണ്ടപ്പോ അല്ല ഞാൻ വിചാരിച്ചേ ഇതെല്ലാം മീൻകുളമാണെന്ന് വിചാരിച്ചേ. അല്ലല്ല. ആ വെള്ളം കൊണ്ട് വേണം ഇനി ഞങ്ങൾ 2 മാസത്തേക്കുള്ള വെള്ളം. അതിൻ്റെ നിറച്ചും വെള്ളമാണ്. 2 മാസത്തേക്കുള്ള വെള്ളം നിറച്ച് വെച്ചേക്കുന്നത് കേട്ടോ. ഈ ടാങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ജീവി വന്ന് ചാടിക്കഴിഞ്ഞാൽ പിന്നെ ഇവരുടെ വെള്ളം കൂടി മുട്ടും അല്ലേ? ചില സമയത്ത് മരപ്പെട്ടിയൊക്കെ വന്ന് ചാടും. അപ്പൊ നിങ്ങൾ ആ വെള്ളം എന്ത് ചെയ്യും? അത് പിന്നെ വലിച്ചു കളയാം. വെള്ളം ഉണ്ടായിരുന്നു. ഇതിന്റെ മുകളിൽ ഈ സമയത്തൊക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടുപോയില്ലേ? അതെ അതെ. ഈ 2 മാസം അതായത് ഒരു ടാർപ്പായ മാത്രം വെച്ച് കെട്ടിക്കാണ്. പ്രൊട്ടക്ഷനും ഇല്ല. അത് നമ്മള് ആ വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് വെള്ളം അല്ലേ? അത് തീർന്നു കഴിഞ്ഞാൽ തീർന്നു. ഇതിലും കൊണ്ടാ മതി. അതെ അതെ. ഇത് എത്ര ലിറ്റർ കാണും ഈ ടാങ്ക്? അത് ഒരു 5 5 5000 ഒന്നും കാണുമല്ലോ. ഇതാ അല്ല ഇത് 500ന്റെ. ഇത് 1000. 1000 ഇത് 500 ഉള്ളൂ. 500 ഉള്ളൂ. 1000. 1500 1500 കൂട്ടിക്കോ. ഇത് 1500 ഉള്ളൂ. 2000 കാണുമായിരിക്കും. ഈ 3000 ലിറ്റർ വേണം നിങ്ങൾക്ക് ഇനി 2 മാസത്തേക്ക്. എന്റെ പൊന്നെ. സത്യം ഇതൊക്കെയാണ് കേട്ടോ. ഇതൊക്കെയാണ് അത്യാവശ്യമായിട്ട് അവസ്ഥ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇത് ഇതുകൊണ്ട് ഒരു വീട് അവിടെ എല്ലാം താമസം ഉണ്ടായിരുന്നു മുകളിലല്ലേ? എല്ലാരും ഇട്ടെറിഞ്ഞ് പോവുക. ഇവിടെ ഈ വഴിയും വെള്ളത്തിന് വിഷമെല്ലാം കാരണം തൊട്ട് മുകളിലൊരു വീടുണ്ടായിരുന്നു കേട്ടോ. വീടിന്റെ ഭിത്തിയൊക്കെ നിങ്ങൾക്ക് കാണാം. വെള്ളമില്ല ഇതിനകത്ത് ഇപ്പൊ.
ഇതൊന്നും എടുത്ത് തിറക്കട്ടെ അങ്ങനെ. ആ മുകളിലുള്ള ടാങ്ക് വൃത്തിയാക്കിയിട്ട് ഇവർക്കൊക്കെ വെള്ളം എത്തിക്കാനുള്ള സൗകര്യം അതെ ചെയ്യണം. അത് ചേട്ടായി ഒരു ആവശ്യമായിട്ട് തന്നെ പറയട്ടെ. അപ്പൊ ഈ ചേട്ടാ, അപ്പൊ ഈ 3000 ലിറ്റർ വെള്ളം തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ വെള്ളം ഇല്ല? വേറെ വെള്ളമില്ല, ഇപ്പൊ എല്ലാ പൈപ്പിലേയും തീർന്നു? എല്ലാം തീർന്നു. വെള്ളം ടാങ്ക് അലക്കാനുള്ള വെള്ളമൊക്കെ ഇത് തന്നെയാണ്, കുടിക്കാനല്ല? അല്ല, അലക്കലും കുളിക്കലും എല്ലാം ഇത് തന്നെ? ഇത് തന്നെ. എല്ലാ ആവശ്യവും നടക്കണം. 2 മാസം. അതായത് ഇപ്പൊ പൈപ്പിൽ വേറെ ഒരു തുള്ളി വെള്ളം വരുന്നില്ല? ഇതല്ലേ പൈപ്പ് തുള്ളി. എന്റെ ദൈവമേ, അത് ആലോചിച്ചിട്ട് തല കയറും കേട്ടോ. അത് 2 മാസത്തേക്ക് വലിയ ആഴമില്ലെന്ന് പിന്നെ ഇപ്പൊ വെള്ളം വളരെ അത് തന്നെ. ഇതിലെ ഈ മുകളിലോട്ട് പണിക്ക് പോകുന്നവരല്ലേ ഇവിടെ വരും വെള്ളം എടുക്കാൻ. വെള്ളം കുടിക്കാൻ അങ്ങനെ എടുക്കണ്ടെന്ന് പറയാൻ പറ്റും. അങ്ങനെ അവര് കൊണ്ടുപോകും. ഈ വെള്ളം തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ വെള്ളം തീർന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഇറങ്ങി പോകും. അതൊന്നുമല്ല, വെള്ളം തീർന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ ഇറങ്ങി പോകേണ്ടി വരും. ഇറങ്ങി പോകേണ്ടി വരും, അല്ലാതെ ജീവിക്കാൻ പറ്റും. ഈ വെള്ളം തീരുന്നതിനും ഉടനെ മഴ പെയ്യുന്നു വിശ്വാസം. മഴ അതെ 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 മഴ ഉറപ്പൊന്നും. ചേച്ചി പറയാ മഴ പെയ്യുന്നു കേട്ടോ, പഴയ ആൾക്കാരുടെ. മുകളിലൊരു ടാങ്ക് ഉണ്ട്, ടാങ്ക് ഉണ്ട്, അതിലതൊക്കെ ആന വലിച്ചു കളഞ്ഞതാണ്. ടാങ്കിനൊരു കുഴപ്പമില്ല, ടാങ്കിന് കുഴപ്പമില്ല. ടാങ്ക് ഇച്ചിരി വിണ്ട് കിട്ടൊക്കെ ഉള്ളൂ. ആ ടാങ്ക് നന്നാക്കിയിട്ട് അതിൽ വെള്ളം കളക്ട് ചെയ്താൽ നിങ്ങൾക്ക് വെള്ളം ഞങ്ങൾ 10 വീട്ടുകാർ എടുത്തോണ്ടിരുന്ന അല്ലേ? അതുപോലെ അതൊക്കെ ഗവൺമെന്റ് ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മെമ്പറോട് കാട്ടിൽ ഫോറസ്റ്റിൽ നിന്ന് വേണം വെള്ളം കൊണ്ടുവരാൻ. വെള്ളം ഇങ്ങനെ പൈപ്പ് ഇട്ടിട്ട് പാസേജ് കൊടുക്കാമല്ലോ. പൈപ്പ് ഇട്ടാ നിൽക്കുമ്പോൾ തിരിക്കണം, അങ്ങ് വനത്തിൽ പോകണം. ആ നിരപ്പില്ലേ അതിന്റെ അങ്ങോട്ട് പോകണം, അപ്പുറം അങ്ങ് പോകണം. ഏതാണ്ട് 34ന്റെ അടുത്ത് വരും. അവിടുന്ന് ട്യൂബ് ഇട്ടാൽ 10-30 റോള് ട്യൂബ് ഇല്ലേ കുട്ടനെ കൊണ്ടുപോകുന്നുണ്ട്. 3 കിലോമീറ്റർ. അല്ല, അവിടെയൊക്കെ വെള്ളം ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റായൊന്നുമില്ല. പിന്നെ പൈപ്പ് ഇട്ട് വെള്ളം എത്തിച്ച് തൊട്ടടുത്ത് ഫ്രണ്ടിൽ ടാപ്പ് ഒന്നും എല്ലാ വീടുകൾക്കും ഒരു ടാപ്പ് വെച്ച് കൊടുക്കാൻ പറ്റും. അത് ഈ മണ്ണിൽ കൂടി അടിയിലൂടെ ഇട്ടാൽ മതി. ഇരുമ്പ് പൈപ്പ് ഇട്ടാ ഒരിക്കലും നാശാവില്ല. ആ പൈപ്പിനടി കൂടി ഇരുമ്പ് GI പൈപ്പ് ഇട്ടിട്ട് ഇവിടെ ആന പൊട്ടിക്കില്ല. GI പൈപ്പ് ഓരോ വീടിന്റെ ഫ്രണ്ടിലും ടാപ്പ് എത്തിക്കും. അതൊക്കെ പിന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം തന്നെ. കഴിഞ്ഞതിന്റെ 9 പ്രാവശ്യം അതിൽ ഇങ്ങനെ ചപ്പാല റോട്ടിൽ ഇങ്ങനെ വെള്ളം പൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അത് അട്ടിക്കുളം വരെ അങ്ങനെ വന്നിട്ടുണ്ട്, മേമലയ്ക്ക് വരെ. ഈ റോഡിലേക്ക് ഇങ്ങോട്ട് സപ്ലൈ ആയിട്ടില്ല. വാട്ടർ അതോറിറ്റി വെള്ളം അത്യാവശ്യമായിട്ട് അവർക്ക് വെള്ളത്തിന്റെ ഭയങ്കര ബുദ്ധിമുട്ട്. വെള്ളവും വെളിച്ചം എത്തിച്ചേണ്ട കാര്യം തന്നെയാണ്. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് അച്ചമ്മ. എന്താ ചേച്ചി ഇവിടുത്തെ ഒരു അവസ്ഥ? എൻ്റെ കൊച്ച കാട്ടുമൃഗങ്ങൾ കാരണം സന്ധ്യയായി കിടന്നുറങ്ങണ്ട. എല്ലാ വകയും ഉണ്ട്, എല്ലാം ഉണ്ടല്ലേ? ഇന്നലെ രാത്രി മ്ലാവൊക്കെ വന്നാൽ ഈ പെരയുടെ കുപ്പ വന്നിട്ട് ഇത് മുക്കുന്ന സൗണ്ട് കേട്ടിട്ടാ. ഭയങ്കര സൗണ്ട്. ഇന്നലെ കൊച്ചു പറഞ്ഞു എന്തോ വന്നിട്ടുണ്ടെന്ന്. രാത്രി എല്ലാം ഓരോ ഒച്ചപ്പാട് കേൾക്കാം അല്ലേ? ഇത് ഈ തിന്ന് വയറ് നിറഞ്ഞു കഴിഞ്ഞ് വെള്ളം കുടിക്കാനില്ല എന്നിട്ട് അതിനെയും ശ്വാസം തെക്കലെക്കുമ്പോൾ ഒരു ഒച്ച ഉണ്ടാക്കും. അപ്പൊ നിങ്ങളുടെ ഈ കുടിവെള്ളത്തിലൊക്കെ വന്ന് എടുക്കുവോ? അതിനൊന്നും വന്ന ഒരു ശല്യമില്ല. ഇല്ലല്ലേ? ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് 2 മാസത്തേക്കുള്ള കുടിവെള്ളം, അത് 2 മാസത്തേക്കുള്ള വെള്ളം അല്ലേ അത്? 2 മാസത്തേക്കെന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് മഴ പെയ്യുമല്ലോ. മഴ പെയ്താൽ രക്ഷപ്പെട്ടു അല്ലേ? മഴ പെയ്തില്ലെങ്കിൽ ബുദ്ധിമുട്ടേ. എങ്ങോട്ട് ഇറങ്ങി പോകാനാ? ഈ ചേട്ടനാണ് പോകാൻ തിരക്ക്. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. നമ്മുടെ വീടിട്ടിട്ട് എങ്ങോട്ട് പോകാനോ? അതെ അതെ. ചേട്ടൻ പറയാം വെള്ളം തീർന്നു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഇറങ്ങി പോകണമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറയാം ഞാൻ എങ്ങോട്ട് ഇറങ്ങി പോയില്ലെന്ന്. ഇത്ര കാലം അധ്വാനിച്ചല്ലേ ഇവിടെ കിടന്ന്? പിന്നെ അല്ലാതെ അതുമല്ല വല്ലതും. ഇനി അഥവാ ഇവരൊക്കെ എടുത്തു പോയാലും പൈസ കിട്ടുമെങ്കിൽ വേണ്ടില്ല. അത് കേടല്ലേ മോനെ, പൈസ കിട്ടുമെങ്കിൽ വേണ്ടില്ല. 15 ലക്ഷം രൂപ തന്നിട്ട് എങ്ങോട്ട് ഇറങ്ങി പോകാനാ? സ്ഥലവും മേടിച്ചു. അതും നടക്കുന്നില്ലല്ലോ. അതെ അതെ, അതും കിട്ടുന്നില്ലല്ലോ അല്ലേ? നടക്കുന്നില്ല. 10-15 പിടിച്ചോണ്ട് എവിടെയും അതെ 5 സെന്റും മേടിച്ച് പെരയും വെക്കും. പറഞ്ഞു പറ്റിച്ചു. ചേച്ചി അപ്പൊ വെള്ളമൊക്കെ ചുമന്നോണ്ട് വരേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ ഇവിടെ? എവിടെയെന്നാ ചുമന്നോണ്ട് വരുന്നത്? ചുമക്കാനൊന്നും ഇതുവരെയും പോയിട്ടില്ല. പൈപ്പ് ഇട്ട് കിട്ടുന്നുണ്ടല്ലേ? ഏതായാലും വർഷം വേനൽക്കാലത്ത് വെള്ളം മൊത്തം തീർന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ അപ്പുറത്തൊരു കുഴിയുണ്ട്, വേറൊരു അതിനകത്ത് ഒരു ചിരട്ടയ്ക്ക് മുക്കി എടുക്കാനുള്ള വെള്ളം ഉണ്ടാവും. അവിടെ നിന്ന് മുക്കി ചുമന്നുണ്ട് കുറെ അപ്പുറം. അത് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? അത് ഇവിടുന്ന് ഒരു 2-3 പറമ്പ് അല്ലേ? വെള്ളം മൊത്തം തീർന്നൊരു സമയത്ത് ചേട്ടൻ അവിടുന്ന് പോയി ചിരട്ടയിൽ വെള്ളം കോരിക്കൊണ്ട്
വന്നിട്ടുണ്ടെന്ന് പറയാം. അത്രയും സമയമെടുത്ത് അത്രയും ബുദ്ധിമുട്ടി. അതെ അത്രയും കോരാനുള്ളേ ഉള്ളൂ, അത്രയും ആഴമുള്ളൂ അല്ലേ. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വെള്ളത്തിന് എന്തോരം ബുദ്ധിമുട്ടില്ലാത്തവരിതൊക്കെ ഒന്ന് കാണണം കേട്ടോ. വെള്ളത്തിന് വേണ്ടിയിട്ട് മനുഷ്യനെ അനുഭവിക്കും. പിന്നെ വേറൊന്നിനും ഒരു കുഴപ്പമില്ല. നേരം വെളുത്തേറ്റ ചക്ക, മാങ്ങ, തേങ്ങ, റബ്ബർ എല്ലാ വകയും ഉണ്ട്. ഇറങ്ങി ഇഷ്ടം പോലെ ഇറങ്ങി നടക്കാൻ പറമ്പും ഉണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരു ആശുപത്രിയൊക്കെ പോകണമെങ്കിലേ 1.5 കിലോമീറ്റർ നടക്കണം. പിന്നെ ആശുപത്രി പോകാൻ എന്താ ചെയ്യാ? നമുക്ക് പിന്നെ ജീപ്പ് പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും എൻ്റെ കൊച്ചെ മരുന്നിന് പോക്കില്ല, അത്രയും പറഞ്ഞാൽ മതി. മരുന്നൊന്നും മേടിയിലുമില്ല. പിന്നെ അല്ലെങ്കിൽ നമ്മള് അത്ര അത്യാവശ്യം ഉണ്ടെങ്കിലേ പോവുള്ളൂ. ഒരു 2 കിലോമീറ്റർ പോകും. നീണ്ടോക്കേട്ട 2 3 കിലോമീറ്റർ വരും. അതിന് ഇവിടെ അടുത്തെങ്ങാനും ഒരു ആശുപത്രി, നല്ല ആശുപത്രി ഉണ്ടോ? അതിന് എവിടെ പോകണം? PHCയിലാണെങ്കിലും പോകണമെങ്കിലേ. PHC ആശുപത്രി പോകണമെങ്കിൽ ഇത്രയും ദൂരം ഓടണ്ടല്ലേ? വണ്ടി രാത്രി വിളിച്ചാൽ വരുമോ? രാത്രിയിലൊന്നും കൊച്ചാ പേടിച്ചിട്ട് മനുഷ്യന്മാർ വരുമല്ലേ? റോഡിൽ എന്നതാ ആന ഉണ്ടാവുന്നല്ലേ? ഒന്ന് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? രാത്രി ആരും വരികയില്ല. പച്ചപ്പകല് കറണ്ട് ബില്ലും കൊണ്ട് വന്നവനെ ആനയെ ഓടിച്ചെന്ന് പറയുമ്പോൾ പിന്നത്തെ അവസ്ഥ എന്നതാ? അതെ ഒരു ആശുപത്രി കേസൊക്കെ വരുമ്പോഴാട്ടെ ഇവരൊക്കെ ബുദ്ധിമുട്ടി പോകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷനൊക്കെ ആകുമ്പോൾ ഇവർ തന്നെ വന്ന് കൂട്ടുമോ? അവര് എല്ലാവരും വരുമോ? അതെ, വന്ന് കൂട്ടുമോ അവരെ? ആണല്ലേ? ആണല്ലേ. ഇലക്ഷൻ ആകുമ്പോൾ വണ്ടിക്കൂലിയൊക്കെ കൊടുത്ത് ഇവരെ കൊണ്ടുപോകും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെയാണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ ആരും ഉണ്ടാകില്ലേ ഇങ്ങോട്ട്? നിങ്ങൾക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് മാറിയാൽ തന്നെ കുറെ ആശ്വാസം അല്ലേ? വെള്ളം ഈ കുറച്ച് ദിവസത്തേക്കേ ഉള്ളൂ, ഒരു കുറച്ച് നാൾ തന്നെ. ഇനിയിപ്പോൾ മഴ പെയ്യുന്നവർ തന്നെ ഉള്ളൂ. അതുവരെ ഒരു കുഴപ്പമില്ല, നല്ല വെള്ളം. അത് മഴ പെയ്തില്ലെങ്കിൽ പോയില്ലല്ലേ? ഇത്രയും നല്ല ശുദ്ധവെള്ളം ഈ ഭൂമിയിൽ എവിടെയും കിട്ടാനില്ല. അത്ര ശുദ്ധവെള്ളമോ കിട്ടുന്നത്. പക്ഷെ അത് നിന്ന് പോയാലേ ഒരാളും വരില്ല, ഉറപ്പായിട്ടും വരില്ല. നിങ്ങളെ റൂട്ട് കണ്ടാൽ തന്നെ അറിയാം. ഒരു പണിക്ക് വിളിച്ചാൽ താഴെ നാളെ ഇവിടെ വരുമല്ലോ. സാധാരണ വരാൻ തന്നെ ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ 1.5 കിലോമീറ്റർ നടന്ന് ഞങ്ങളെ പണി അത വന്നു. അല്ല, നിങ്ങൾ ഈ വെള്ളം ഇവിടുന്ന് 2 കിലോമീറ്റർ 2 പറമ്പ് അപ്പുറം പോയിട്ട് വെള്ളം ചിരട്ടയിലൊക്കെ മുക്കി പാത്രത്തിൽ വെള്ളം ഏറ്റി ബുദ്ധിമുട്ട് എത്രയാണ്. പിന്നെ 3-4 വർഷം മുമ്പൊക്കെ കുറേശ്ശെ എടുത്തോണ്ടിരുന്നു. ഇപ്പം തീരെ പറ്റും. ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ ചേട്ടൻ നടന്നു വരണമെങ്കിൽ സാധാരണ നടക്കാനേ വടി കുത്തിയിട്ടാ നടക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വെള്ളം എടുത്തു വരാനുള്ള ഒരു ബുദ്ധിമുട്ട്, വെള്ളം നിങ്ങൾ എങ്ങനെയെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു ഉണ്ടായിട്ട് വെള്ളം ഓരോ വീടിന്റെ ഫ്രണ്ടിലും എത്തിക്കണം. അതൊരു മനുഷ്യത്വത്തിന്റെ പ്രാഥമിക ആവശ്യമാണല്ലോ. അതെ, തീർച്ചയായിട്ടും. ഈ രാത്രി ഒന്നും വേണ്ട, കാട്ടിലുള്ള ടാങ്ക് ഒന്ന് വൃത്തിയാക്കി വീടുള്ളൂ അവർക്കുള്ള വെള്ളത്തിന്. അതെ, വേണ്ട ചേട്ടന്റെ മുന്നിൽ പൈപ്പ് തിരിച്ച വെള്ളം വരുന്ന സംവിധാനമൊക്കെ ഉണ്ട്. അതൊക്കെ വേണമെന്ന് വെച്ചാൽ ഒരിക്കലും നിൽക്കില്ല. വേണമെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാം, എല്ലാം ചെയ്യാം. അതൊക്കെ വേണമെന്ന് വെച്ചാൽ ചേട്ടൻ ഇവിടെ വെള്ളം എത്തിച്ചിട്ട് ചേട്ടൻ പൈപ്പ് തുറന്നാൽ വെള്ളം കിട്ടും. അങ്ങനെ ഒരു സംവിധാനം വന്നാൽ ചേട്ടനും ചേച്ചിക്ക് എന്ത് ഉപകാരമാണ്. അതൊക്കെ ഒന്ന് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അത് ചെയ്യേണ്ട കാര്യമാണ്. ഞങ്ങൾ പോട്ടെട്ടോ. അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ ഞങ്ങൾക്ക് ഇത് സ്വർഗമോ, ഞങ്ങൾക്കല്ലേലും തമ്പുരാൻ തന്ന സ്വർഗമോ ഇതുപോലെ സുഖം അല്ല. ഇവിടെ നിന്ന് കഴിയുമ്പോൾ വേറെ ചൂടൊന്നും അറിയില്ലേ? അങ്ങനെയൊക്കെ എയർ കണ്ടീഷനാണ്. വെളിച്ചവും വഴിയും വേണം. ആ 3 കാര്യം അത്യാവശ്യമുള്ള കാര്യങ്ങൾ വരും. പോട്ടെട്ടോ. മാറ്റം വരും. നമുക്ക് ഈ ഇവരുടെ വീടിൻ്റെ ഇവിടെ താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. ഏകദേശം ഇത്രയും കുത്തനെ ഇറക്കും കേട്ടോ. ഭയങ്കര പൊക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏതായാലും നമ്മളിപ്പോൾ കണ്ട ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ട് ഇവിടെയായിട്ടുള്ള വീടുകളൊക്കെയാണ്. ഇവിടെയൊക്കെ ആളുകൾ ഇറങ്ങിപ്പോയത് കേട്ടോ. പണ്ടൊക്കെ ആളുകൾ താമസമുണ്ടായിരുന്നു. ഇതാണ് ചേട്ടൻ്റെ വീട്. ഇതുണ്ടോ, ഇതൊക്കെ ആന മറിച്ചിട്ട് പൊട്ടിച്ച് തിന്നേക്കുന്ന കേട്ടോ. പന. ഇവിടെ ഒരു തോടുണ്ട്. ഇതുണ്ടോ, ഈ അരുവിയിലൊക്കെ ഇപ്പോഴും വറ്റാതെ വെള്ളം ഉണ്ടായിരുന്നെന്ന ചേട്ടനൊക്കെ പറഞ്ഞേ. എൻ്റെ മുകളിൽ നിന്ന് ഒടിക്കുന്ന വെച്ചത് അടാ ആനപ്പണ്ണം കിടക്കുന്നു. എന്തോ വെച്ചാൽ അല്ലേ? എൻ്റെ മോനെ അല്ലല്ല ഇല്ല കേട്ടാ, ഒടിക്കുന്നൊരു വെച്ചാ കേട്ടാ. ഇതേ അവിടെ ആനപ്പണ്ട ഫ്രഷ് വെള്ളം കിടക്കുന്നു. മുന്നേ ചെന്ന് ചാടുവോ?
അതെടുത്ത് കൈ പിടിക്കാൻ കേട്ടോ, ഓണാക്കിയാൽ മതിയായിരുന്നു. നോക്കണേ വളവ് ഒരു നോട്ടം നോക്കിയിട്ട് നന്നാണ്. വേണ്ട ആനപ്പിണ്ട കിടക്കുന്നുണ്ടോ? വേണ്ട ഇതൊക്കെ ഇവിടെയൊക്കെ കംപ്ലീറ്റ് ആനപ്പിണ്ട കേട്ടോ. ദിവസം എന്ന് പറയുന്നവർ ഇവിടെ ഇറങ്ങുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ 2 എണ്ണം വേണമെന്നല്ലടാ ഡിവൈസ്. നീ പറഞ്ഞാലേ കൊണ്ടുവന്നുള്ളൂ. നമുക്ക് തൽക്കാലം നമുക്ക് മത്തഞ്ചാണ്ടിൻ്റെ അടുത്ത് തന്നെ വെക്കാം. സ്ഥിതി നോക്കിയിട്ട് ക്യാമറ വെച്ച് കഴിഞ്ഞാലേ ഇവിടെ വെച്ചാൽ എന്തായാലും കിട്ടും ഉറപ്പാണ്. ഇതൊക്കെ ആന മറിച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു വീടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ ഒരു വീടുണ്ട്. ആന ഉണ്ടെങ്കിലും അത്ഭുതപ്പെടാനൊന്നും ഇല്ലല്ലേ. ആനയും കടുവ എന്തായാലും ഉണ്ടാവും. അതെ. ഇതാണ് കേട്ടോ ലാസ്റ്റ് പോയിന്റ്. ഇതൊക്കെ ആന ഇറങ്ങി വരുന്ന ചാല. എന്താ മണ്ണിടിച്ച് കിടക്കുന്നുണ്ട്. ഫോറസ്റ്റ് അല്ലേ? ഇല്ലടാ ഓടിക്കുന്ന വശം കേൾക്കുന്നില്ലേ? അല്ലേ ഓടിക്കുന്ന വശം കേൾക്കുന്നുണ്ട്. മുകളിലുണ്ട് കേട്ടോ ആന. മോളി ഫോറസ്റ്റാണ്, നമുക്കൊന്നും പറയാനില്ല. പക്ഷേ ഇങ്ങോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനും പറ്റിയില്ല. അതിന് തിരിച്ചു പോവാം. പോലെ ഇതുണ്ടോ ഒരു പഴയ വീടാണ് കേട്ടോ. ഇതൊക്കെ ആളുകൾ ഒഴിവാക്കി പോയതാണ്. ഇവിടെ ഒരു വാതിൽ കൊടുത്തേക്കോ അല്ലേ? ഒഴിഞ്ഞുപോയ വീടുകൾ. അപ്പോൾ നമ്മളേതായാലും തങ്കഞ്ചേട്ടനെയും കണ്ടു, അച്ചമ്മ ചേച്ചിയും കണ്ടു. അവരാണ് ഏറ്റവും ലാസ്റ്റ് വീടുള്ളത്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ മത്തഞ്ചേട്ടൻ്റെ വീടും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം അവർക്ക് സാധനങ്ങളുമായിട്ട് വന്നു. ഇപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടാണ് ആനയെ തുരത്താനുള്ള ഡിവൈസുമായിട്ട് ജിഷോയും ഞാനും കൂടെ വന്നത് കണ്ടാണ്. അതിനുശേഷം ഞാനും ജിഷോയും കൂടെയാണ് ഈ ഒരു പ്രദേശത്തേക്ക് നേരെ കയറി വന്നത് കേട്ടോ. ഏതായാലും ഏറ്റവും ലാസ്റ്റുള്ള ഒരു പ്രദേശം കാണുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഏതായാലും നമ്മളിവിടെ വന്നു, അത് കാണുകയും ചെയ്തു. വളരെ അവസ്ഥയാണ്. നമ്മളത് കാണുമ്പോൾ തന്നെ വളരെ കഷ്ടം തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ അവർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടതാണ്. വളരെ കഷ്ടത്തിലാണ്. ആ ടാങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ കണ്ടാണ് ഒരു 500-ൻ്റെയും ഒരു 1000-ൻ്റെയും പിന്നെ ഒരു മണ്ണ് കുഴിച്ചിട്ട് അതിൻ്റെ അകത്ത് ടാർപ്പ ഇട്ടിട്ട് ഒരു ടാങ്ക്, ഈ ഇത്രയും ടാങ്ക് വെള്ളം അത് നിറച്ച് വെച്ചേക്കണം. ആ ടാങ്ക് വെള്ളത്തിലാണ് ഇവർ ഈ 2 മാസം കഴിഞ്ഞ് പോകേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണെന്ന് തോന്നിപ്പോവുകയാണ്. കുടിവെള്ളം ആ 2 മാസത്തിനിടയ്ക്ക് മഴ പെയ്തില്ലെങ്കിൽ അവരുടെ കാര്യം പോക്കണം. ആ ചേട്ടൻ പറയുന്ന പല പ്രാവശ്യം അതിനകത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ പിന്നെ ഇറങ്ങിപ്പോയാൽ നിർത്തിയുള്ളത്. കാരണം വല്ലാത്തൊരവസ്ഥ. അതുപോലെ തന്നെ ഒരു ജീപ്പൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടാണ് ആ കോൺക്രീറ്റ് തീരുന്ന ആ പ്രദേശത്ത് നിന്ന് 1.5 കിലോമീറ്ററിന് മേലെ നമ്മൾ ഈ ഓഫ് റോഡ് വന്നാലേ ഇവരുടെ അടുത്തെത്തുള്ളൂ. മറ്റേ നമ്മുടെ മത്തഞ്ചേട്ടൻ്റെയൊക്കെ വീടിൻ്റെ അങ്ങോട്ടാണെങ്കിൽ നമുക്കൊരു 300-350 മീറ്റർ പോയാൽ മതിയെങ്കിൽ ഇങ്ങോട്ട് ഒരു 1.5 കിലോമീറ്റർ 1.25 കിലോമീറ്റർ എങ്കിലും വന്നാലേ നമുക്ക് ഈ ഒരു പ്രദേശത്ത് എത്താൻ പറ്റുള്ളൂ. അതും കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റത്തെ പ്രദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ നിന്നും വീട്ടിലൊന്നും ആളുകൾ താമസമില്ല. അപ്പോൾ ഏതായാലും മുകളിൽ നിന്നൊക്കെ ആന ഓടിക്കുന്ന ഒച്ചയും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പോകുന്ന വഴിക്കൊക്കെ സകലവിധ വന്യജീവികളുടെയും കാഷ്ടമൊക്കെ കിടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വലിയ അവസ്ഥയിൽ കൂടെ തന്നെയാണ് പോകുന്നത്. പ്രത്യേകിച്ച് അവരുടെ കുടിവെള്ളത്തിൻ്റെ കാര്യം കേൾക്കുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ. ആർക്കെങ്കിലും നല്ല മനസ്സുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും അവരെ ഒന്ന് സഹായിക്കാനായിട്ട്, പ്രത്യേകിച്ച് പറയുന്നത് അവർ ആ കാട്ടിൽ നിന്ന് അവർക്ക് അതിനുള്ള ടാങ്കും കാര്യങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നതിനും അതിപ്പോൾ ആരും തിരിക്കാൻ പോകാനില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അവിടുന്ന് ഒരു വെള്ളം അവർക്ക് ഇവിടെ എത്തിക്കാൻ പറ്റുവാണെങ്കിൽ അവർക്ക് ഒരു സമാധാനം സന്തോഷം ആവുമായിരുന്നു. പ്രത്യേകിച്ച് ആ പ്രായമുള്ള മനുഷ്യർ അവിടെ ജീവിക്കുന്ന ആ ചേട്ടനും കണ്ണിന് പ്രശ്നമുണ്ട് കേട്ടോ. മത്തഞ്ചാനെ പോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അത്യാവശ്യം കുറച്ച് കാണാം എന്ന് മാത്രം. ഏതായാലും വളരെ ദുഃഖത്തിൽ തന്നെയാണ് അവരുള്ളത്. ഇങ്ങനെ ഓരോ ആൾക്കാരുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ സഹായിക്കാനായിട്ട് വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക. ഞാൻ നമ്പർ ഞാൻ ഇതിൻ്റെ അടിയിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ ഞാൻ അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.